സ്വാഗതം. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ Q&A തന്നെയാണ്. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല, നമുക്ക് പോയിട്ട് ലേശം കഴിഞ്ഞിട്ട് വരാം. അതെന്താ അതൊക്കെ പറയാന്ന്. നിങ്ങള് കോഴിയും താറാവിനൊക്കെ കണ്ട? അതാണെങ്കിൽ ഭയങ്കര വേളം. ഞാൻ ഇങ്ങനെ പറയുമ്പോ തന്നെ അത് ഇങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ച് സൗണ്ട് ഉണ്ടാക്കും. ഇത് കല്യാണിക്കുള്ള ഒരു ചലഞ്ചാണ്. അയ്യോ എന്തിന്? ഇത് ശങ്കര കല്യാണിക്ക് ഒരു ഡാൻസ് സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കാമോ? ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. കല്യാണി നീ പഠിക്കോ? ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാ. അപ്പൊ നമുക്ക് കല്യാണിക്ക് സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് വെറൈറ്റി സ്റ്റെപ്പാണ്. നിങ്ങളെ നോക്കി പഠിക്കുക. ആദ്യം ഇടത് കാലെടുത്ത് വലതി വെച്ച്, വലത് കാലെടുത്ത് ഇടതി വെച്ച് വി പോലെ വെച്ച് ഇങ്ങനെ എ വി എ വി എ വി വേറെ സൗണ്ട് ചില്ലും കൂടി പെട്ടതാണ്. ഇങ്ങനെ എ വി എ വി എ വി ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. നിനക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റും. സാറൻ ചോദിക്കണെന്താണെന്നറിയോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല. ഞാൻ ചെയ്ത സ്റ്റെപ്പ് കല്യാണിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്ത സ്റ്റെപ്പ് നിനക്കറിയാമോ ചെയ്യാൻ? ഓ ചെയ്യാൻ അറിയാം. കൈയെടുത്ത് ഇങ്ങനെ വെച്ച് എന്നിട്ട് കൈയെടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കൈയെടുത്ത് ഇങ്ങനെ വെച്ച് എന്റെ ഒരു കൈ എവിടെയാണ്? ഇങ്ങനെ വെച്ച് ഒരു കഷ്ടമായില്ല, മൊത്തം കൺഫ്യൂഷൻ ആയില്ല. അങ്ങനെയല്ല, ഇവൻ നമ്മൾ നാളം കെടുത്തോണേട്ടാ. അങ്ങനെയൊന്നുമല്ല. കള്ളക്കളി കളിക്കല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇത് ഞാൻ എന്റെ സ്കൂളിൽ എല്ലാം ചെയ്തുകൊണ്ട് കിടക്കണ തന്നെ. നീ കണ്ണട, ഞാൻ ഇതില് അയ്യേ, എവനും മലയാളം അറിഞ്ഞൂടാണ്. ഗായ്സിന് കാണിച്ചു കൊടുക്കട്ടെ. എന്റെ കണ്ണട നോക്കല്ലേ ഓട്ട കണ്ടിട്ട്. ഗായ്സ് ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വേണ്ട നമുക്ക് ചെയ്ത് വെറുതെ അല്ല ഇങ്ങനെ വെളുത്ത് തുടുത്ത് നിൽക്കണേ, പൊട്ടിക്കട്ട ബുദ്ധിയല്ലേ എന്റെ ചേട്ടായി. സമ്മതിച്ച് അങ്ങനെ പറ്റൂല, അത് കള്ളക്കളി. ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ചെയ്തൂല, ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ചെയ്യണം. എന്റെ വീട്ടിന്റെ അടുത്താണ് സുജീഷിന്റെ വീട്. അപ്പൊ സുജീഷിന്റെ വീടിന്റെ അടുത്ത് ആരാണ്? ഇക്കുറിന്റെ വീട് എവിടെയാ? സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത്. സന്ദീപിന്റെ വീട് എവിടെയാ? ലവല്ലിയുടെ വീടിന്റെ ഇപ്പുറത്ത്. ശങ്കര ഒരു മലയാളം പാട്ട് പാടുമോ? പാടാം. പക്ഷേ ആണെങ്കിൽ അതാണെങ്കിൽ ഞാൻ ടിവിയിൽ കണ്ടൊരു പാട്ടാണ്, അതെനിക്ക് അറിയാന്നുള്ളവരെ പാടാം. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ജോസഫേ, എന്തോടത്? കേട്ടൂടെ പാട്ട്? ഒരു നേരം പാട്ട് കേട്ടൂന്ന് വെച്ച് ചത്തൊന്നും പോവില്ല സ്വാമി. പൂനില കനവിൽ പൂക്കും പുണ്യമല്ലോ നീ, താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. എങ്ങനെയുണ്ട് എന്റെ പാട്ട്? കൊള്ളാം, സൂപ്പർ, താങ്ക് യു. ഗായ്സ്, അടുത്ത ചോദ്യം. ചാക്കോച്ചന്റെ കൂടെ ഹെലികോപ്റ്ററിൽ കയറിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതൊരു നീണ്ട കഥയാണ്. ഹെലികോപ്റ്ററിൽ കയറിയപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. പിന്നെ ഹെലികോപ്റ്ററിൽ കയറിയപ്പം ആദ്യം എനിക്ക് പറന്നപ്പോ നല്ല ഒന്ന് പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂളായിട്ടിരുന്ന് വെളിയിലൊക്കെ നോക്കി, സൂപ്പർ ആയിരുന്നു, വേറെ ലെവല്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അങ്ങോട്ട് പറക്കുമ്പോ വേറെ ലെവലാണ്. പ്ലെയിനെ പോലെ ഇങ്ങനെയല്ല പറന്നോണം, അതാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പറന്നോണം. സൂപ്പർ സാധനം. അപ്പൊ ഫ്രണ്ടിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ആരാണെന്ന് വെച്ചാൽ രമേഷ് പിഷാരടി ചേട്ടൻ. ഞാൻ തന്നെ. അപ്പോഴാണെങ്കിൽ നമ്മള് അത് സൂപ്പർ ആയിരുന്നു. അപ്പോഴാണെങ്കിൽ നമ്മൾ പറന്നപ്പോഴാണെങ്കിൽ കോഴി മിണ്ടാതൊരു കോഴി. നിനക്ക് അത്ര സംസാരിച്ചാതിയാ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമുക്ക് പോവാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ആശാൻ മുമ്പ് നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി, മേലായ ലോകത്തേക്ക് ചെയ്യുന്നു.